സർക്കാർ നിയോഗിച്ച പ്രതിനിധി സംഘം ഡോക്ടർ ശശി തരൂരിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിലെത്തി മടങ്ങിയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടേയുള്ളൂ. മണിക്കൂറുകൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുക്കിയ ഹൈ ലെവൽ വിരുന്ന് സൽക്കാരത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് മറ്റാരുമല്ല, പാകിസ്ഥാന്റെ സൈനിക മേധാവി ജനറൽ സയ്യിദ് അസീം മുനീർ. പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾ അമേരിക്കയെ ബോധിപ്പിച്ചുവെന്നും ഇനി ആഗോളതലത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടും എന്നാണ് ഇന്ത്യൻ പ്രതിനിധി സംഘം അവകാശപ്പെട്ടത്. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവിക്ക് വിരുന്നൊരുക്കിയത് വഴി ഇന്ത്യ മുന്നോട്ട് വെച്ച അവകാശങ്ങൾ പൂർണ്ണമായിട്ടും തള്ളുകയാണ് ട്രംപ് ചെയ്തത്. പഹൽഗാമിൽ നിരപരാധികളായ ഇന്ത്യൻ പൗരന്മാരെ വെടിവെച്ച് കൊല്ലാൻ പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് തോക്കും നൽകി പറഞ്ഞയച്ചത് ഈ ജനറൽ അസീം മുനീർ ആണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്താണെന്ന് അവകാശപ്പെടുന്ന ട്രംപിന് പക്ഷേ പറഞ്ഞു മനസ്സിലാക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല. പാക് സൈനിക മേധാവിക്ക് അമേരിക്കയിലെ ഏതെങ്കിലും ഒരു നയതന്ത്ര പ്രതിനിധി വിരുന്ന് കൊടുക്കുന്നത് മനസ്സിലാക്കാം, അത് രാജ്യാനന്തര മര്യാദകളുടെ ഭാഗമാണെന്നും കരുതാം. എന്നാൽ ഇവിടെ സൈനിക മേധാവിക്ക് വിരുന്ന് നൽകി ആനയിച്ചിരിക്കുന്നത് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണെന്നതാണ് അവിശ്വസനീയമായ കാര്യം. അതിനു പിന്നിൽ ഒറ്റ കാരണം മാത്രമാണ് നിലവിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ജനാധിപത്യം താറുമാറായി കഴിഞ്ഞിരിക്കുന്ന പാകിസ്ഥാൻ വൈകാതെ ഒരു സൈനിക അട്ടിമറി നടക്കും. അങ്ങനെ സംഭവിച്ചാൽ ആ രാജ്യത്തിന്റെ തലപ്പത്ത് ജനറൽ അസീം മുനീർ അവരോധിക്കപ്പെടും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ട്രംപ് വിരുന്ന് സൽക്കാരമൊരുക്കി പാകിസ്ഥാൻ ജനറലിനെ കയ്യിലെടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ അമേരിക്കയ്ക്ക് ഒരു താവളം സ്വപ്നം കാണാൻ കഴിയില്ല. എന്നാൽ പാകിസ്ഥാനിൽ അസീം മുനീർ അധികാരത്തിലെത്തിയാൽ അമേരിക്കയുടെ മനസ്സിലിരിപ്പുകൾ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ്. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ സയ്യിദ് അസീം മുനീറിനെ കാണാൻ കഴിഞ്ഞത് ബഹുമതിയായിട്ട് കാണുന്നു എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. ഇന്ത്യയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നതിന് നന്ദി എന്ന് പറഞ്ഞ ട്രംപ് സംഘർഷം ഒഴിവാക്കുന്നതിന് പാകിസ്ഥാൻ നന്നായി പ്രവർത്തിച്ചു എന്നും പ്രശംസിക്കുക കൂടി ചെയ്തു. യുദ്ധത്തിൽ ഏർപ്പെടാതിരുന്നതിൽ നന്ദി പറയാൻ വേണ്ടിയാണ് താൻ അദ്ദേഹത്തെ ഇവിടേക്ക് ക്ഷണിച്ചത് എന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞു. അസീം മുനീറിനെ കാണാൻ കഴിഞ്ഞത് ഞാനൊരു ബഹുമതിയായി കാണുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. ബുധനാഴ്ച വൈറ്റ് ഹൗസിൽ അസീം മുനീറിനൊപ്പമാണ് ട്രംപ് ഉച്ചഭക്ഷണം കഴിച്ചത്. മുതിർന്ന സിവിലിയൻ ഉദ്യോഗസ്ഥരല്ലാതെ ഒരു US പ്രസിഡന്റും പാകിസ്ഥാൻ സൈനിക മേധാവിയും തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു അത്. വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അസീം മുനീറുമായി ഇറാനെ കുറിച്ച് ചർച്ച നടത്തിയതായിട്ടും ട്രംപ് പറഞ്ഞു. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായിട്ടാണ് അസീം മുനീർ വാഷിംഗ്ടണിൽ എത്തിയത്. US-ഉമായുള്ള സൈനിക ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനം എന്നും പാകിസ്ഥാൻ അറിയിച്ചു. പഹൽഗാമിലെ മറ്റ് ആക്രമണങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കിയതും നടപ്പിലാക്കിയതും മാർഷൽ അസീം മുനീർ ആണെന്നും ഇന്ത്യ ശക്തമായി വാദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യക്ക് തലയ്ക്ക് മുകളിലൂടെ അസീം മുനീർ അമേരിക്കയിലേക്ക് പറഞ്ഞത്. പാകിസ്ഥാന്റെ സൈനിക മേധാവിക്ക് വിസ നൽകുക വഴി ഇന്ത്യയെ അപമാനിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തത്. നേരത്തെ ഗുജറാത്ത് കലാപത്തിന് പിന്നാലെ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദിക്ക് വിസ നിഷേധിച്ച നാടാണ് അമേരിക്ക. അതേ അമേരിക്കയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് പരവതാനി വിരിച്ചത്. വാഷിംഗ്ടൺ DC-യിൽ നടക്കുന്ന US ആർമിയുടെ 250-ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനാണ് പാകിസ്ഥാൻ ആർമി ചീഫ് അമേരിക്കയിൽ എത്തിയത്.